ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഏകദേശം 1.5 വർഷമായിട്ട് UK മാഞ്ചസ്റ്ററിലാണ് സ്റ്റേ ചെയ്യുന്നത്. മാഞ്ചസ്റ്ററിൽ അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഗിഫ്റ്റ് കൊടുക്കുന്നതിലും നല്ലത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എക്സ്പീരിയൻസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഒന്നും കൂടെ രസം എന്ന്. അങ്ങനെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു സീ ലൈഫ് മാഞ്ചസ്റ്റർ. അപ്പോൾ മാഞ്ചസ്റ്ററിൽ ഇത്രയും നാളായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടുത്തെ ഒരു അക്വേറിയവും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. സോ ഫസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും. വീടിനടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. ഈ ബസ് പാസ് ചെയ്യുന്നത് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ. അപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് ഈ സീ ലൈഫ് ഉള്ളത് ഇവിടെ ട്രഫോർഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മോളിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയം ഒക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ബസ്സിൽ ഒരു 20 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന മോളുണ്ടോ, ഇതൊരു ഭയങ്കര വലിയൊരു മോളാണ് കേട്ടോ. ഇത് 1998 ഓപ്പൺ ചെയ്ത 1998 ഓപ്പൺ ചെയ്തൊരു മോളാണ്. അതുപോലെ തന്നെ UK 3rd ലാർജസ്റ്റ് മോളും കൂടെയാണ് കേട്ടോ. ഇവിടെ കയറിക്കഴിഞ്ഞാൽ നടന്ന് നമ്മൾ ഒരു പരുവവും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾക്ക് നടക്കേണ്ടി വരും. 22,30,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുണ്ട് ഈ ഒരു മോളിന്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ലോകത്ത് ഉള്ള എല്ലാ ബ്രാൻഡുകളും, എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു മോളിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. UK തന്നെ ആകെ 2 സെഫോറ ബ്രാൻഡ്, അത് 2 ലണ്ടനിലുള്ള 2 ഉള്ളൂ. ഇപ്പം അത് 3rd ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ ഒരു ട്രാഫോർഡ് സെൻറ്റർ ആണ്. അപ്പോൾ അത്രയും എല്ലാ ലോകത്തിലുള്ള ബ്രാൻഡ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് സെൻറ്റർ ആണെന്ന് പറയാം. ഞങ്ങളിവിടെ നിന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്യാറൊന്നുമില്ല. ഞങ്ങളിവിടെ മിക്കവാറും സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും പിന്നെ അതേപോലെ ഈ ഒരു മോളിൻ്റെ അകം ഭയങ്കര പ്രത്യേകതയാണ്. എല്ലായിടത്തും ഓരോ പെയിൻറ്റിങ്സും അതേപോലെ ഭയങ്കര ആർട്ടിസ്റ്റിക്കായിട്ടും ഭയങ്കര ഒരു റോയൽ ഫീലും എല്ലാം കൂടെ കിട്ടുന്ന ഒരു ഇവിടുത്തെ ഓരോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു റോയൽ രീതി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ഈ സീ ലൈഫിൽ കയറുവാണ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി. അപ്പം അകത്ത് കയറുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ഫ്ലാഷ് ഇട്ട് എടുക്കരുതെന്ന് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു ജീവികളെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നു. ഒരുപാട് ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ കുറച്ച് ഡാർക്കായിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി മീനുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. മീനുകൾ മാത്രമല്ല കേട്ടോ, പല കടലിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളെ നമുക്കിവിടെ കാണാൻ പറ്റും. മീൻ അതിലൊന്ന് മാത്രമാണ്. അതേപോലെ തന്നെ കടലാമകൾ, അതേപോലെ ഈ സീ ഹോഴ്സസ് ഉണ്ട്, പിന്നെ ഒക്ടോപ്പസ് ഉണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജീവികളെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ചിലയിടത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ താഴെ കൂടെ കയറി ഈ ഒരു ഗ്ലാസ് ഉള്ളിടത്ത് ഇപ്പം കണ്ടോ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ കുറച്ചും കൂടെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇവരിങ്ങനെ അടുത്തൂടെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ ഇപ്പം ഇവിടെ കണ്ടോ, ഇതും എനിക്ക് തോന്നുന്നു ഇതെന്താണ് കൃത്യം എന്ന് എനിക്കറിയില്ല. ഇത് ജെല്ലി ഫിഷാണോ ഒക്ടോപ്പസ് ആണോ, ഇതെന്താ കൃത്യം എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇവിടെ നമുക്ക് ലൈറ്റ്സ് ചേഞ്ച് ചെയ്യാനായിട്ടൊരു ഓപ്ഷനുണ്ട്. അപ്പം ഓരോ ലൈറ്റ്സിലും ഓരോ ഭംഗിയാണ് സത്യം പറഞ്ഞാൽ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഓരോ ലൈറ്റ് അടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് ഭയങ്കര ഭംഗിയാണ് മാറുന്നത് കാണാൻ.
പിന്നെ ദേ ഈ കാണുന്നത് ഒരു ലോബ്സ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൂടെ കാണുമ്പം ഇത് വളരെ കുഞ്ഞായിട്ട് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഭയങ്കര വലിയൊരു ലോബ്സ്റ്റർ ആണ്. ഒറ്റ ഒരാളേ ഉള്ളൂ. ഇനി ദേ അടുത്തതായിട്ട് ഈ കാണുന്നത് ഒരു ഓഷ്യൻ ടണലാണ്. ഇവിടെ നമുക്ക് അടുത്തടുത്ത് നമ്മുടെ അടുത്ത് മീൻ വരുന്നതായിട്ടും മീൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സീ ടേർട്ടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്തൂടെ പോകുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ആണെങ്കിലും ഇപ്പോൾ ഒരു കടലാമയാണ് പോകുന്നതിന് ഭയങ്കര വലിയ കടലാമകളൊക്കെയാണ്. മീനും ആ കടലാമയും കൂടെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്രത്തോളം വലുപ്പം അതിനുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുത്തൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു ടണലാണിത്. ഇത് ഏറ്റവും കൂടുതൽ സത്യത്തിൽ എൻജോയ് ചെയ്യുന്നത് ഞാൻ അവിടെ കണ്ടത് കുട്ടികളാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഓരോന്നിനെ കാണുമ്പോഴും. ഈ സീ ലൈഫ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ മാത്രമല്ല, ഇപ്പോൾ UK ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏകദേശം 2000 രൂപയാണ് ഒരാൾക്ക് ഒരഡൽറ്റിന് ആവുന്നത്. 2000 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഞാൻ ഒരു തവണ UAE പോയ സമയത്ത് അവിടെ ഒരു അക്വേറിയത്തിൽ പോയിരുന്നു. പക്ഷേ എനിക്ക് അവിടെയാണ് ഒന്നും കൂടെ വെറൈറ്റി അല്ലെങ്കിൽ ഒന്നും കൂടെ വലിപ്പമൊക്കെ ഉള്ളതായിട്ട് തോന്നിയത്. എനിക്ക് അവിടെയാണ്. ഇതും പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കടൽ കുതിര എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു കുതിരയായിട്ട് ഇത്രയും സാമ്യം അതിന് കാണുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ശരിക്കും ഒരു കുതിരയുടെ ഒരു എന്താ പറയുന്നത്, ഒരു ഫേസ് കട്ടോ അല്ലെങ്കിൽ അങ്ങനെ മുഖഭാവമോ ഉള്ള ഒരു ജീവി തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് കൂടാതെ സ്റ്റാർ ഫിഷും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തില്ല, കാരണം ഇത് തന്നെ തിരിച്ചും മറിച്ചും കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സീ ലൈഫിൽ ഏകദേശം ഒരു 45 മിനിറ്റ്സ് മേ ബി സ്പെൻഡ് ചെയ്ത് കാണും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ നമ്മുടെ ബർത്ത്ഡേയുടെ ദിവസം നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കളക്ട് ചെയ്യുകയാണ്. അതാണ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.